ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മുടെ പഴയ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സാറ്റ ഹാർഡ് ഡിസ്കുകളാണ്. പുതിയ ജനറേഷൻ കമ്പ്യൂട്ടറിലൊക്കെ തന്നെ അതിലുപരി അതിൽ SSD കാർഡുകളാണ് യൂസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറും പഴയ കമ്പ്യൂട്ടറും പുതിയ വരുന്ന ജനറേഷൻ കമ്പ്യൂട്ടറും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അതിലൊരു SSD കൂടി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഒന്ന് സ്പീഡപ്പ് ആക്കി എടുക്കാൻ സാധിക്കും. കാരണം പഴയ സാറ്റ ഹാർഡ് ഡിസ്കും ഈ SSDയും തമ്മിൽ സ്പീഡിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് പഴയ ഹാർഡ് ഡിസ്കിനെക്കാട്ടിൽ കൂടുതൽ 10 മടങ്ങ് സ്പീഡ് കൂടുതലാണ് SSDക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എൻ്റെ നിലവിലുള്ള ഒരു 1 TB ഹാർഡ് ഡിസ്ക് ഇതിലുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു SSD കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ SSD C ഡ്രൈവ് ആയി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിങ്ങും വിൻഡോസും മറ്റ് പ്രോഗ്രാമെല്ലാം തന്നെ SSDയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ വളരെയധികം സ്പീഡാവും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഴയ ഒരു കമ്പ്യൂട്ടർ വിൻഡോസ് സ്റ്റാർട്ടായി വരണമെങ്കിൽ തന്നെ മിനിമം 1 മിനിറ്റെങ്കിലും എടുക്കും. നേരെ മറിച്ച് നമ്മളൊരു SSD വെക്കുകയാണെങ്കിൽ വെറും 10-15 സെക്കൻഡിനുള്ളിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ SSD ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ SMPS ന്ന് ഒരു പവർ കേബിൾ ഉണ്ടായിരിക്കണം. ഈ പവർ കേബിൾ അപ്പോൾ നിങ്ങൾ പവർ കേബിൾ, ഇതുപോലത്തെ പവർ കേബിൾ SMPS നിങ്ങൾ ഇല്ലെങ്കിൽ അതുകൂടി കണക്ട് ചെയ്യേണ്ടി വരും. സാധാരണ ഉണ്ടായിരിക്കും, അത്തരത്തിൽ കേബിൾ ഉണ്ടായിരിക്കും. നമുക്ക് പവർ അതുപോലെ തന്നെ ഇതിൽ കൊടുക്കാം, അതുപോലെ നമുക്കൊരു സാറ്റ കേബിൾ, ഇതുപോലത്തെ ഒരു സാറ്റ കേബിൾ ഉണ്ടായിരിക്കണം. ഈ സാറ്റ കേബിൾ ഇവിടെ. ഓക്കെ, അതിനുശേഷം നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യണം. അത് സാധാരണ ഇതിന് കേസ് ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ SSD ഇവിടെ കണക്ട് ചെയ്തു, പവർ കേബിൾ കണക്ട് ചെയ്തു, സാറ്റ കേബിൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ സാറ്റ കേബിൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബോർഡിൽ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണാം, അവിടെ നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഒരു സാറ്റ എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടാവും. അപ്പോൾ ആ പോർട്ടിലാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ പവർ കേബിൾ SMPS എന്ന് വന്നിട്ടുണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങളൊരു പവർ കേബിൾ കൂടെ, ഇപ്പോൾ അസംബിൾ ചെയ്ത സിസ്റ്റത്തിലാണെങ്കിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ പവർ കേബിൾ കൂടെ ഇതിൻ്റെ കൂടെ വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് SSD കണക്ട് ചെയ്യാം. ഇനി നമ്മൾ വിൻഡോസ് ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മുടെ വിൻഡോസ് എല്ലാം തന്നെ ഈ SSDക്ക് മാറ്റാം. ഈ ഒരു ഹാർഡ് ഡിസ്ക്, അപ്പോൾ ഇതാണ് നമ്മളെ പഴയ ഹാർഡ് ഡിസ്ക്, 1 TB ഒരു ഹാർഡ് ഡിസ്ക്കാണ്. ഇത് ഒരു സബ് മെമ്മറി ആയിട്ട് വെക്കാം. മെയിൻ ഡിസ്ക്കായിട്ട് നമുക്ക് SSDന് യൂസ് ചെയ്യാം. അപ്പോൾ വിൻഡോസ് എല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് SSD നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്, ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സാറ്റ കേബിളും അതുപോലെ തന്നെ ഒരു പവർ കേബിളും മതി. SSD വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എവിടെയും ഏത് സ്ഥലത്തും ഇതുപോലെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് സെപ്പറേറ്റ് കേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കേസ് വെച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും ഹാർഡ് ഡിസ്ക് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇത് 2 സ്ക്രൂ ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും SSD കണക്ട് ചെയ്യുമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യം കൂടെ നോക്കാം. ഇനി സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവും. നമ്മളിപ്പോൾ വിൻഡോസിൻ്റെ CD ഇട്ടിട്ട് സിസ്റ്റം റീബൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബയോസിലെത്തിയിട്ട് ഇതിൻ്റെ ബൂട്ടിങ് മാറ്റി കൊടുക്കണം. ബൂട്ട് റെഫറൻസ് നമുക്ക് ഇതിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ബൂട്ടിങ് DVDയിൽ നിന്ന് കൊടുത്തു. എനിക്ക് ഒരു കീ കൊടുത്താൽ ബൂട്ടിങ് നിങ്ങളുടെ ബയോസ് ഏത് ടൈപ്പ്. അപ്പോൾ എൻ്റെ ഒരു ഡെല്ലിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ അസംബിൾ ചെയ്ത സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ F2 അല്ലെങ്കിൽ F6 ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിലീറ്റ് കീ ക്ലിക്ക് ചെയ്താൽ പല ബോർഡിലും പല ടൈപ്പായിരിക്കും, പല കമ്പ്യൂട്ടറിലും പല ടൈപ്പായിരിക്കും ബയോസിൽ സെറ്റപ്പിൽ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ബയോസിൽ പോയിട്ട് ബൂട്ട് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ CD ഡ്രൈവ് ആയി കൊടുക്കുക. എന്നാൽ CD യിൽ നിന്ന് വിൻഡോസ് ബൂട്ട് ചെയ്യുള്ളൂ.
അതല്ലെങ്കിൽ നേരിട്ട് ഹാർഡ് ഡിസ്കിലേക്കാണ് പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൽ വിൻഡോസിൻ്റെ ബൂട്ടബിൾ ഡിസ്കിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിലവിലുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മുടെ വിൻഡോസൊക്കെ SSDയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിൻഡോസ് ലാംഗ്വേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി ആക്കണം എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ UK ആയിരിക്കും കിടക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹിന്ദി ആക്കാൻ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക. ഇനി പ്രൊഡക്റ്റ് കീ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്യുക, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, തുറന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കസ്റ്റം ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്കിതെല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിലവിലെൻ്റെ ഹാർഡ് ഡിസ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഫോർമാറ്റ് ചെയ്യാണ്. എല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാ പാർട്ടീഷനും ഡിലീറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് പാർട്ടീഷൻ ആക്കിയിരുന്നു, CDE എന്നൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ 2 പാർട്ടീഷനായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ഏറ്റവും മുകളിൽ കിടക്കുന്നത് എൻ്റെ നിലവിലുള്ള 1 TB ഹാർഡ് ഡിസ്കും പിന്നെ രണ്ടാമത് നമ്മൾ എക്സ്ട്രാ വെച്ച SSD ആണ്. ഇപ്പോൾ 450 എന്നുള്ളത് ഇവിടെ 447 ആണ് ഡിസ്പ്ലേ കാണിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ഇതിലാണ് ഇപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ന്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് സിസ്റ്റം ബാക്കപ്പിന് ആവശ്യമായ 2 ഫയലുകൾ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഒരു പാർട്ടീഷനാണ്. ഇനി കൂടുതൽ പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഈ ഹാർഡ് ഡിസ്ക് 2 പാർട്ടീഷൻ ആക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതാണ് നമ്മളെ SSD ഏറ്റവും ലാസ്റ്റ് എടുക്കണ 4 എന്നുള്ളത്. അതിൽ നെക്സ്റ്റ് കൊടുക്കുന്നു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സെറ്റപ്പുകളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ വിൻഡോസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഡു ദിസ് ലേറ്റർ എന്ന് കൊടുക്കുക. ഇവിടെ യൂസ് എക്സ്പ്രസ് സെറ്റിങ്സ് എന്ന് കൊടുക്കുക. ഹൂ യൂസ് ദിസ് കമ്പ്യൂട്ടർ, നിങ്ങൾ സ്വന്തം കമ്പ്യൂട്ടർ ആണെങ്കിൽ ഓൺ കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഹോട്ട്മെയിൽ MSN പോലത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടർ നെയിമാണ് കൊടുക്കേണ്ടത്. അവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് വിൻഡോസിൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ SSD ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ വിൻഡോസ് ഫോർമാറ്റ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഇനി നമ്മളിത് ഒറിജിനൽ വിൻഡോസ് അല്ല യൂസ് ചെയ്യുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് ആക്റ്റീവ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ സെറ്റപ്പും ഡെസ്ക്ടോപ്പ് ഐക്കണും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതി കാണിക്കും വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വിൻഡോസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കലും കാണിക്കില്ല. അതൊരു ഇല്ലീഗലായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ വേർഷൻ യൂസ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ലഭ്യമാണ് എങ്ങനെ ആക്റ്റീവ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവരും ഫോർമാറ്റ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടേക്കണം. നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.